ചെറിയൊരു വെയിൽ കണ്ട് രാവിലെ. എന്നാൽ പിന്നെ വെറുതെ റൂമിൽ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ എന്നാൽ പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയേക്കാം. മടിയാണ്, എന്നാലും ചുമ്മാ പുറത്തൊക്കെ പോയി രണ്ട് കാഴ്ചയൊക്കെ കണ്ട് ബോറടിയൊക്കെ മാറ്റി ഇറങ്ങാം. അപ്പോൾ സൈക്കിളിന് പോയേക്കാം. 2-3 ദിവസമായി സൈക്കിളൊക്കെ എടുത്തിട്ട് ഡ്യൂട്ടിയൊക്കെ കൊണ്ട് ഇറക്കായിരുന്നു. അപ്പോൾ ഇന്ന് വെയിലൊക്കെ കണ്ടുകൊണ്ട് പയ്യെ സൈക്കിളായിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. ഭാഗ്യം ആരുമില്ല. പയ്യെ പയ്യേക്ക് അകത്ത് നോക്കിയപ്പോൾ ഇത്രയും വെയിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ പുറത്തിറങ്ങിയപ്പോഴത്തേര് ഇന്ന് ഭയങ്കര വെയിലുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ സ്പോട്ട്. നല്ല നല്ല വെയിലുണ്ട് ഇന്ന്. ഫ്രൈഡേ ആയതുകൊണ്ട് ഊട്ടി നല്ല തിരക്കായിരിക്കും. പക്ഷെ ഇപ്പം രാവിലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സൈക്കിൾ ലൈനിൽ കൂടെ പോകുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, വേറെ വണ്ടി വന്ന് ആക്രമിക്കത്തില്ല. പക്ഷെ ചില റൂട്ടിൽ സൈക്കിൾ ലൈനില്ല, അപ്പം കുറച്ച് പാടാം. എന്നാലും പിന്നെ സൈക്ലിസ്റ്റിന് മുൻഗണന ഉള്ളത് കൊണ്ട് തട്ടിമുട്ടിയൊക്കെ ഒന്ന് പോവാം. സിഗ്നലായി. സോറി, ഇടയ്ക്ക് ആൾക്കാരൊക്കെ വട്ടം ചാടും. അതുകൊണ്ട് നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ ഞാനൊരു അപകടത്തിന് ഇരയാവേണ്ട വരും. ബസ്സിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും കയറ്റി വിടണം, അല്ലെങ്കിൽ ബസ്സുകാർ വന്ന് ഹോണടിച്ച് ഫുള്ള് പ്രശ്നമാക്കും. പ്രശ്നമൊന്നും ആക്കത്തില്ല, അവർ ഹോണടിച്ച് ജസ്റ്റ് അല്ലെങ്കിൽ തെറി വിളിക്കും, അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. പിന്നെയും സിഗ്നൽ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. ടോട്ടനാം കോട്ട് റോഡ് എന്ന് പറയും. നമ്മുടെ സെൻട്രൽ ലണ്ടനിലെ ഭയങ്കര തിരക്കേറിയ സ്ഥലമാണ്. ഊട്ടി കണ്ട് പോയില്ലെങ്കിൽ ആൾക്കാർ മട്ടം ചാടും, അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ട്. ഇത് ടോട്ടനാം കോട്ടിലെ ഭയങ്കര ഫേമസ് സ്ക്രീനാണ്, ലൈറ്റൊക്കെ കാണുന്നത്. ഇങ്ങനെ അവിടെ എപ്പോഴും LED സ്ക്രീനുകളിൽ ഷോ ഉണ്ട് എപ്പോഴും ഫ്രീ ആയിട്ട്. എന്നാൽ പിന്നെ ഇവിടെ കയറിയിട്ട് പോകാം. അതുകൊണ്ട് കുറച്ച് നേരം ഒരു റെസ്റ്റും ആവും. സൈക്കിളിനെ തൽക്കാലം ഇവിടെ സ്റ്റാൻഡ് നിർത്താം. ചെറുക്കൻ ഇവിടെ തന്നെ ഇരിക്കുക. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നോ. അപ്പോൾ ഞാൻ പോയി ഇതൊക്കെ ഇന്ന് കാണാം. ഇത് ആക്ച്വലി ലണ്ടനിലെ ഒരു ഹിഡൻ സ്പോട്ടാണ്. പക്ഷേ പകുതി ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. ഇത് ഫ്രീ ആണ് ഇതിൻ്റെ എൻട്രി. ഇവിടെ ഇങ്ങനെ ഫുൾ ടൈം, അതായത് മിഡ് നൈറ്റ് വരെ ഇതിങ്ങനെ ഷോ ഉണ്ട്. അതായത് ഈ ബാർകോഡ് നമ്മൾ സ്കാൻ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ ഈ ഗെയിം നമുക്ക് കളിക്കാം. ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ വരും. ഇത് പണ്ട് ഇവിടെ ഇല്ലായിരുന്നു. ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കോഫി ഷോപ്പൊക്കെ വന്നിട്ടുണ്ട്. അതായത് നന്നായി. അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്ക് വരുമ്പോഴെല്ലാം ഒരു കോഫി കുടിക്കണമെങ്കിൽ പിന്നെ ഞങ്ങൾ അപ്പുറത്തൊക്കെ പോകണമായിരുന്നു. പക്ഷേ ഇത് പഠിച്ചു വന്നിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും സൗകര്യമായി. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര വൈബിങ്ങാണ് ഇവിടെ. സ്ക്രീൻ മാത്രമല്ല, ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ഭയങ്കര അടിപൊളിയാണ്. സൗണ്ട് സിസ്റ്റത്തിലാണ് ഇതിൻ്റെ എല്ലാ കാര്യവും ഇരിക്കുന്നത്. അപ്പോൾ വൈകിട്ടൊക്കെ കൂടുതലും നമ്മളിവിടെ കാണുന്നത് യങ്സ്റ്റേഴ്സിനെയും കുറച്ച് ഏജ് ആയിട്ടുള്ള നമ്മുടെ അപ്പന്മാരൊക്കെ വന്നിട്ട് 2 എണ്ണം അടിച്ചിട്ട് ഇവിടെ വന്നങ്ങ് ഇരിക്കും. അയ്യോ, ഭയങ്കര വൈബും നല്ല രസമാണ്. കാറിൻ്റെ ഒക്കെ ഉണ്ട്. ഇങ്ങനെ പല ആഡുകളാണ് കൂടുതലും വരുന്നത്. ആഡുണ്ട്, ഗെയിംസ് ഉണ്ട്, സ്മൈലി ഉണ്ട്, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ വരും. സൂപ്പർ. എൻ്റെ ഡ്രീം കാറാണ് പോർഷെ. പക്ഷേ എല്ലാവർക്കും ഒരു ഡ്രീം കാർ ഉണ്ടല്ലോ, അതുപോലെ എൻ്റെ ഡ്രീം കാറാണ്. പക്ഷേ പോർഷയുടെ ഒരു ആഡ് ഇങ്ങനെ ഒരിക്കലും ഇതുപോലെ സ്ക്രീനിൽ വന്നിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയി. ഇവിടെ ചുമ്മാ ഇടയ്ക്ക് ഞാൻ വരുമ്പം ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സൈക്കിൾ ഇങ്ങനെ വെക്കുന്ന ഒത്തിരി സേഫ് അല്ല. ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വെച്ച് പോകുന്ന ഇവിടെ ഒത്തിരി സൈക്കിൾ എല്ലാവരും എടുത്തോണ്ട് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്ന വേഗം സൈക്കിൾ എടുത്തുകൊണ്ട് ചെറുക്കനായിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയേക്കാം. ഈ പോകുന്നതിൻ്റെ തൊട്ടടുത്താണ് സ്ട്രേഞ്ചർ തിങ്സ് ഫാൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ സാധനം ഇവിടെയുണ്ട്. സ്ട്രേഞ്ചർ തിങ്സ് നമ്മളെല്ലാവരും സീരിയസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ
സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഡ്രാമ ഇവിടെ ഡെയിലി ഷോ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് കൂടുതൽ അങ്ങനത്തെയാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഡ്രാമയോട് താല്പര്യമില്ല. നമുക്കെല്ലാവർക്കും ഫോണിലിരുന്ന് ഇങ്ങനെ സീരീസ് പോലെ കാണാനാണ് ഇഷ്ടം എപ്പോഴും. ഇതിപ്പോൾ നടന്ന് ഓടിച്ച് ഞാനിപ്പോൾ ചൈന ടൗണിൻ്റെ വഴിയിലെത്തിയിട്ടുണ്ട്. ചൈന ടൗൺ ക്രോസ് ചെയ്താണ് ഇനി ഞാൻ പോകുന്ന വഴി. ഇത് ഹാരി പോട്ടറിൻ്റെ പാലസ് തിയേറ്ററാണ്. ഇവിടെ ഇങ്ങനെ ഷോ ഒക്കെ നടക്കുന്നുണ്ട് എപ്പോഴും. ഇവിടെ ടിക്കറ്റ് എടുത്ത് ഹാരി പോട്ടറിൻ്റെ ലൈഫും മറ്റ് സ്റ്റോറീസ് എല്ലാം ഇങ്ങനെ കാണിക്കുന്ന ഒരു ഏരിയയാണ്. ഞാൻ കൂടുതൽ തന്നെ നടന്ന് പോയി വഴിയെല്ലാം പഠിച്ച് പിന്നെ സൈക്കിളിൽ കൂടെ പോയി അങ്ങനെയാണ് വഴിയൊക്കെ പഠിച്ചത്. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. അതായത് വഴി അറിയത്തില്ല. പിന്നെ സൈക്കിൾ പോകേണ്ടാത്ത വഴിക്കൊക്കെ ചാടിക്കറി പോയി നല്ല തെറിയൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അങ്ങനെയാണ് പഠിച്ചത്. ഇപ്പം ഭയങ്കര കോൺഫിഡൻസ് ആയി. അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു. ഞാൻ സൈക്കിളിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി. കാരണം ട്രഫാൽഗർ സ്ക്വയറിൻ്റെ അങ്ങോട്ട് കയറണമെങ്കിൽ ഇപ്പോൾ കുറച്ച് നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ സൈക്കിളായിട്ട് അങ്ങനെ നമ്മൾ ഓടിച്ച് ചെല്ലുമ്പോഴത്തേനും ഭയങ്കര തിരക്ക് വരും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. മാത്രമല്ല ആരെപ്പോഴാണ് വട്ടം ചാടുന്നത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ചാടി. ഇത് ട്രഫാൽഗർ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു സ്പോട്ടിലേക്ക് വന്നിരിക്കുന്നത്. ട്രഫാൽഗർ സ്ക്വയർ കൂടിയിട്ടാണ് സാധാരണ ഞാൻ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലോട്ട് പോകാറ്. കാരണം ഇതാ മെയിൻ ലണ്ടൻ്റെ സെൻറ്ററിൽ വരുന്നതുകൊണ്ട് എപ്പോഴും ഞാൻ ഇത് കൂടിയിട്ടാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കാറ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോയി നോക്കാം. ഇങ്ങനെ ഓരോരോ ചെറിയ ഷോകളുണ്ട്. ഇവിടെ ഒരു ചെറുക്കൻ ഗിത്താർ വായിക്കുന്നുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ കിടന്ന് ചെറിയൊരു പുള്ളി നല്ല പടം വരയ്ക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഒത്തിരി പടങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇവൻ്റെ ഒരു മ്യൂസിക് ഷോ മാത്രമേ ഇന്നിവിടെ നടക്കുന്നുള്ളൂ. ഗിത്താർ വായിക്കുക. ഇങ്ങനത്തെ പരിപാടികൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം ഇവിടെ നിന്ന് നോക്കാൻ തോന്നുന്നു. ഇവരെല്ലാം ഭയങ്കര പ്രൊഫഷണൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. പിന്നെ ഇതൊക്കെ ഇവരുടെ ഡെയിലി ഉള്ള വരുമാനത്തിന് വേണ്ടിയിട്ടോ ഇവരെങ്ങനെയൊക്കെ ചെയ്യും. നല്ല തിരക്കുള്ള സ്ഥലമാണ്. ബിഗ് ബെന്നിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് ലെഫ്റ്റ് എടുത്ത നേരെ ഇനി ബിഗ് ബെന്നിലോട്ടാവും. ഇത് കേട്ടോ, ബിഗ് ബെന്നിൻ്റെ ചെറിയൊരു തല കാണാം. ഞാൻ ആക്ച്വലി നിയമം തെറ്റിച്ച് ഇപ്പോൾ പോയത്. കാരണം അവിടെ നിന്ന് എങ്ങനെയും ഒന്ന് കടക്കണമായിരുന്നു. ഈ പുള്ളി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. പക്ഷെ തൽക്കാലം എനിക്ക് ഒന്ന് ചാടിക്ക് ഒരു ഫോട്ടോ വരും. നല്ല ചെറിയൊരു തണുപ്പ്. മറ്റേ തേംസ് റിവറിൻ്റെ അടുത്തേക്കൂടെ പോകുന്നതുകൊണ്ട് നല്ല സുഖമാണ്, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഭാഗം. ക്ലൈമറ്റും അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ സ്ഥിരം ഇരിക്കുന്ന സ്പോട്ടിൽ വേറെ ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നല്ലൊരു ഇട തേടി പോവുകയാണ്. ഇവിടെ നിന്ന് ആക്ച്വലി പുറകെ വണ്ടി ഇല്ലെന്ന് നോക്കിയിട്ട് വേണം വളയ്ക്കാൻ. നേരെ അപ്പുറത്ത് ആൾ വരും. അല്ലെ പിന്നെ അവരെയൊക്കെ ഇടിച്ചിടണ്ട. ഇതുകൊണ്ട് കറക്റ്റ് എട്ടനയിലോട്ടാണ് കയറി വന്നത്. ഞാൻ സ്ഥിരം ഇരിക്കുന്ന സീറ്റിൽ രാജാവിൻ്റെ വേഷമൊക്കെ കിട്ടി ഒരു പുള്ളിക്കാരനിരുന്ന് ബിയറൊക്കെ അടിക്കുക. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പുള്ളിയുടെ അടുത്ത് മാത്രമേ ഒരു സീറ്റ് വേക്കൻ്റ് ആയിട്ടിരിക്കുള്ളൂ. അതുകൊണ്ട് മിക്കവാറും അവിടെ തന്നെ ഇരിക്കേണ്ട ഒരു ഈ പണി പാളിന്നാവും പറഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് ഈ പുള്ളി ഇരിക്കാൻ പോകാറുണ്ട്. ഇതുണ്ടോ രാജാവ് ഇന്ന് മദ്യപിക്കുക. രാജാവല്ല, രാജാവിൻ്റെ വേഷത്തിയിരുന്നു. തൽക്കാലം ഇവിടെ അങ്ങോട്ട് ഈ പുള്ളിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നതായിരിക്കും പുള്ളി. സൈക്കിളപ്പം കണ്ടോ, ഞാൻ സൈഡിൽ പയ്യെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഒരു ബ്രിട്ടീഷ് എയർവേസ് പോകുന്നുണ്ട്. അയ്യോ, ഇനി ഫ്ലൈറ്റിലൊക്കെ കയറണമെങ്കിൽ കുറച്ച് നാളെടുക്കും. ഒരു വർഷം കൂടി എടുത്താലാണല്ലോ ഫ്ലൈറ്റിൽ കയറി നാട്ടിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും നോക്കിപ്പോവും. പിന്നെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ന്യൂ സ്കോട്ട്ലൻഡ് യാർഡുണ്ട്. അതായത് അമേരിക്കയിലെ FBI നമ്മുടെ നാട്ടിലെ CBI ഒക്കെ പോലെ UK വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് സ്കോട്ട്ലൻഡ് യാർഡ്. ന്യൂ സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് പറഞ്ഞു. നല്ല രസമാണ്.
അവിടെയൊക്കെ ഭയങ്കര സെക്യൂരിറ്റിയും ക്യാമറയൊക്കെ. അങ്ങനെ കുറേ നേരത്തെ തപ്പലിന് ശേഷം എനിക്കൊരു സീറ്റൊക്കെ കിട്ടി. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ സൈക്കിളിനെ എൻ്റെ ചെറുക്കനെ ഞാൻ കുറച്ചുകൂടെ എൻ്റെ അടുത്തോട്ടാക്കി. അല്ലെ പിന്നെ കുറച്ച് ദൂരെ കൊണ്ട് വയ്ക്കുമ്പോഴത്തേനും ചിലവരൊക്കെ എടുത്തുകൊണ്ട്, ഇവിടെ ഒത്തിരി സൈക്കിൾ മോഷണമൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് എങ്ങാനും എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് പേടി. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കണ്ണുമുന്നിൽ തന്നെ മാക്സിമം വയ്ക്കാൻ വേണ്ടി നോക്കും. ഈ ഒരു വ്യൂവിൽ ഇങ്ങനെ ഇരിക്കണം, ഭയങ്കര വൈബാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് ഇത്. ഇവിടെയാണ് ഞാൻ എപ്പോഴും തന്നെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴോ വൈകുന്നേരം നടക്കാനൊക്കെ ഇതുപോലെ ചുമ്മാ ഉലാത്താൻ ഇറങ്ങുമ്പോഴെല്ലാം വന്നിരിക്കുന്ന ഒരു സ്ഥലം ഇതാണ്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര രസമാണ്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാത്രമല്ല, ഈ ഒരു ലണ്ടനയുടെ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ഭയങ്കര ഡ്രീമായിരുന്നു. ഞാനിങ്ങനെ പല സിനിമകളിലും ഒത്തിരി ആൾക്കാരുടെ ഫോട്ടോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനം തൊട്ടടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് എനിക്കെപ്പോഴും ഇങ്ങനെ മറക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്ത് വന്നാലും ഭയങ്കര എനിക്കെപ്പോഴും ഭയങ്കര ഒരു സങ്കടം വരും ആക്ച്വലി. കാരണം അതുപോലെ ഞാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ ജോലിക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും വേറൊരു നാട്ടിലോട്ട് വരുന്നത്. പക്ഷെ ഞാൻ ലണ്ടൻ മാത്രം സ്വപ്നം കണ്ട് പണ്ട് തൊട്ടേ ഇരുന്ന് ലണ്ടനിലോട്ട് വേണ്ടി മാത്രം വന്നതാണ്. കാരണം ആദ്യത്തെ ഇൻ്റർവ്യൂവിന് തന്നെ ഞാൻ ലണ്ടൻ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര എക്സ്പെൻസാണ്, അങ്ങനെ എങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്ന, ജീവിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ടാക്സ് അതാ ഇതാന്നൊക്കെ പറഞ്ഞപ്പോൾ ഫുള്ള് നെഗറ്റീവായിരുന്നു. ഞാൻ ഒരു മനുഷ്യൻ്റെ വേറൊരാളുടെ വാക്കുപോലും കേൾക്കാതെ ഞാൻ ലണ്ടനിലോട്ട് വന്നതിൻ്റെ മെയിൻ കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് ജീവിക്കുക, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സാധനങ്ങളും സ്വപ്നം കണ്ട സംഭവങ്ങളൊക്കെ ഞാൻ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ അങ്ങോട്ട് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. അങ്ങനെ എനിക്ക് തൊട്ടടുത്ത് തന്നെ, അതായത് ലണ്ടനിൽ നിന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്ന് ജസ്റ്റ് ഒരു 15 മിനിറ്റ് പോലും ഇങ്ങോട്ട് വരാനില്ല. എനിക്ക് എപ്പോൾ കാണണം തോന്നിയാൽ വരാം. ഇനി കാണണ്ടെന്ന് വിചാരിച്ചാൽ പോലും ഇത് ക്രോസ് ചെയ്തായിരിക്കും എപ്പോഴും പോകുന്നത്. അതുകൊണ്ട് നല്ല ഒരു എളുപ്പമാണ്. പല്ലേ മറ്റേ ക്ലിയർ ബ്രേസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുഴയുന്നുണ്ട്, കുറച്ച് ക്ലിയർ അല്ലാതെയൊക്കെ വരുന്നുണ്ട്. ടയേർഡായി കുറച്ച്, കാരണം ഇത്ര നേരം കണ്ടിന്യൂസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് കുറച്ച് മടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഇരിക്കാൻ ഭയങ്കര റിലാക്സേഷനാണ്. ഇത്ര നേരം ഒന്നും തിന്നാതിരുന്നതുകൊണ്ട് വിശക്കുന്നു. ഞാൻ പിന്നെ എവിടെ പോയാലും നമ്മളെ മെയിൻ സാധനം ഫുഡ്, അതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ ആയിട്ട് ട്രൈ ചെയ്യും. കുറച്ച് ഓറഞ്ച് കഴിക്കാം. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് നേരെ റൂമിലോട്ട് വിടുക. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. സൈക്കിളിന് പെട്ടെന്ന് പോയാൽ ഇങ്ങോട്ട് വന്ന് അതേ റൂട്ടിൽ നേരെ തിരിച്ചു വിട്ടാൽ വീട്ടിലോട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം ഞാൻ വേറൊരു നല്ല റൈഡിങ് വീഡിയോ ആയിട്ട് പിന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ കാണുന്നോടം വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.